ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ നമ്മളിന്ന് പുതിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മളെ പുതിയ ചാപ്റ്ററിൻ്റെ നെയിം വരുന്നത് എൻജിൻ ട്രബിൾ, റിട്ടൺ ബൈ R.K. നാരായൺ. ഓക്കെ, അപ്പോൾ നമ്മൾ R.K. നാരായൺ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്? ദ സ്റ്റോറി ഈസ് ഓൾ അബൌട്ട് the troubles faced by the talkative man after winning the engine as a lottery prize. Throughout the story, we see his efforts to get rid of it. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ നരേറ്റർ ഒരു ഷോ കാണാൻ പോവുകയാണ്. ആ ഷോയിൽ നിന്നും ആൾക്കൊരു നറുക്കെടുപ്പിലൂടെ ഒരു പ്രൈസ് ലഭിക്കുന്നു. ഒരു എൻജിനാണ് അദ്ദേഹത്തിന് കിട്ടുന്ന പ്രൈസ്. ആ പ്രൈസ് കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത എഫേർട്സുകളാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിലൂടെ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ എൻജിൻ ട്രബിൾ. There came to our town some years ago a showman who owned a institution called Gatelyland. Crowds poured into the show from all over the district. Within a week of opening, they collected nearly 500 rupees a day in gate money alone. അപ്പോൾ നമ്മൾ നരേറ്ററിൻ്റെ ആ ഒരു ഏരിയയിലുള്ള ഒരു ടൗണിൽ ഒരു ഷോ നടക്കാൻ വേണ്ടി പോവുകയാണ്. ആരാണ് ഷോ കണ്ടക്ട് ചെയ്യുന്നത്? ഗേറ്റിലാൻഡ് എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓണറാണ് ആ ഒരു ടൗണിൽ നടത്തുന്നത്, ഷോ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷോ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരുപാട് ജനങ്ങൾ ആൾക്കൂട്ടം ഇങ്ങനെ ഒഴുകി വരും ഷോ കാണാനായിട്ട്. യെസ്, അങ്ങനെ വിത്തിൻ എ വീക്കിൽ, ഒരാഴ്ചയുടെ ഉള്ളിൽ അവരുടെ ആ ഒരു ഗേറ്റിലാൻഡ് എത്ര രൂപ കളക്ട് ചെയ്തു? ഗേറ്റ് മണി മാത്രം അവർ 500 റുപ്പീസ് വിത്തിൻ എ വീക്ക്, ഒരു വീക്കിനുള്ളിൽ കളക്ട് ചെയ്തു. കുറേ വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ 500 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയൊരു എമൗണ്ട് തന്നെയാണല്ലേ. അപ്പോൾ ഗേറ്റ് മണി എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ഫീ, അതായത് നമ്മൾ ഷോയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എൻട്രൻസ് ഫീ കൊടുക്കേണ്ടി വരില്ലേ. അപ്പോൾ അതിനെയാണ് ഗേറ്റിലാൻഡ് എന്ന് പറയുക. അതിനെയാണ് നമ്മൾ ഗേറ്റ് മണി എന്ന് പറയുക. അപ്പോൾ ഗേറ്റ് മണി മാത്രം ഒരു വീക്കിനുള്ളിൽ 500 റുപ്പീസ് അവർ കളക്ട് ചെയ്തു, ഈ ഗേറ്റിലാൻഡിൻ്റെ ഓണർ. ഓക്കെ, അപ്പോൾ അത്രയും അടിപൊളി ഒരു ഷോ ആണ് നടക്കുന്നത്. മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഷോ കാണാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, then Gatelyland provided us with all sorts of fun and gambling and side shows. For a couple of hours we could watch anything in any booth, from performing parades to crack motorcyclists looping the dome of death. There were lotteries and shooting galleries. Here for just 8 hours you could acquire prizes that ranged from pin cushions, sewing machines, cameras to even a road engine. അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ഗേറ്റിലാൻഡ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ ഇവിടെ ഒരു ഷോ നടത്തുന്നത്. അവർ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ ഷോ ഓണേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള ഗെയിമുകൾ, ഗാംബ്ലിങ് എന്ന് പറഞ്ഞാൽ ചൂതാട്ടം അല്ലേ, ബെറ്റിന് ക്വാഷൊക്കെ വെച്ച് ബെറ്റിന് കളിക്കുന്ന ആ ഒരു ഗെയിം, ഗാംബ്ലിങ്, അങ്ങനെയുള്ള ഒരുപാട് സൈഡ് ഷോകൾ ഗേറ്റിലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കപ്പിൾ ഓഫ് അണ അല്ലേ. അണ എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടത്തെ ഒരു ക്യാഷിനാണ് നമ്മൾ അണ എന്ന് പറയുക. അപ്പോൾ കപ്പിൾ ഓഫ് അണാസ് കൊടുത്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെ ഒരുപാട് ഗെയിമുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പാരറ്റ്സിനെ കൊണ്ട്, തത്തേനെ കൊണ്ട് ചീട്ടെടുപ്പിച്ചിട്ടുള്ള അങ്ങനെയുള്ള കളികൾ. അതുപോലെ ഡോം ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണക്കിണറിൽ ഇങ്ങനെ സ്കൂട്ടറും കാറൊക്കെ അങ്ങനെ ഓടിച്ചിട്ടും അങ്ങനെയുള്ള അത് കണ്ടക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, മരണക്കിണറിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ ഗാലറീസിൽ ബലൂണൊക്കെ നിർപ്പിച്ച് അതിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ബലൂൺ പൊട്ടിക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് ഷോകൾ അവിടെ അവർക്ക് ഈ ഒരു 2 അണ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു കപ്പിൾ ഓഫ് അണ കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഈ ഗെയിമൊക്കെ അവർക്ക് കളിക്കാൻ പറ്റുമായിരുന്നു. മാത്രമല്ല ഗേറ്റിലാൻഡ് എന്തുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? 8 അണാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, 8 അണാസ് കൊടുത്ത് ഒരു ലോട്ട് എടുത്താൽ അല്ലേ, ഒരു ടോക്കൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ വന്നവരിങ്ങനെ എന്ത് ചെയ്യും? ലോട്ടെടുത്ത് നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തും. അങ്ങനെ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഭാഗ്യശാലികൾക്കുള്ള സമ്മാനം. അപ്പോൾ എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സമ്മാനങ്ങൾ? എന്തൊക്കെയാണ്? പിൻ കുഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതേ കാണുന്ന ബോൾ പിന്നുകളൊക്കെ ഇങ്ങനെ കുത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള കുഷ്യൻസ്, പിൻ കുഷ്യൻസ്, സേവിങ് മെഷീൻസ്, അതായത് തയ്യൽ മെഷീന്, ക്യാമറ ആൻഡ് ഈവൻ റോഡ് എഞ്ചിൻ വരെ ഉണ്ടല്ലേ. പിൻ കുഷ്യൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഗിഫ്റ്റ് മുതൽ റോഡ് എഞ്ചിൻ, വലിയ ഗിഫ്റ്റായിട്ടുള്ള റോഡ് എഞ്ചിൻ, അതായത് റോഡ് റോളർ വരെ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഈ ഒരു നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഗേറ്റിലാൻഡ്. Okay, one evening they drew the ticket number 1005 and I happened to own it. Glancing down the list, they declared that I had become the owner of the road engine. Don't ask me how a road engine came to be included among the prizes. I was stunned. People gathered around, gazed at me as if I were a strange animal.
ഇറ്റ് വാസ് നോട്ട് ദ സോർട്ട് ഓഫ് പ്രൈസ് വൺ കുഡ് ക്യാരി ഹോം അറ്റ് ഷോർട്ട് നോട്ടീസ്. അപ്പോൾ എന്താണ്, ഒരു ഈവനിങ്ങിൽ നമ്മളുടെ നരേറ്റർ ഷോ കാണാൻ വേണ്ടി, ഷോ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. നരേറ്റർ ഒരു ടോക്കൺ എടുക്കുകയാണ്. അങ്ങനെ ഈ ഈവനിങ് ആയപ്പോൾ എന്ത് ചെയ്യാണ്, നറുക്കെടുക്കുകയാണ് അല്ലേ. നറുക്കെടുപ്പിലൂടെ ഒരാൾ വിജയമായിരിക്കും. അങ്ങനെ ഷോ ഓണേഴ്സ് നറുക്കെടുത്തപ്പോൾ കിട്ടിയ ലോട്ട് എന്തായിരുന്നു, 1005 ആയിരുന്നു. അപ്പോൾ ആ ടോക്കൺ നമ്പർ ആരുടേതായിരുന്നു, നമ്മളുടെ നരേറ്ററുടേതായിരുന്നു. അപ്പോൾ നരേറ്റർക്കാണ് അവിടെ ഒരു ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത്. ഗിഫ്റ്റ് എന്തായിരുന്നു, അദ്ദേഹത്തിന് കിട്ടിയ, നമ്മുടെ നരേറ്റർക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒരു റോഡ് എഞ്ചിനായിരുന്നു. ഓക്കെ, ഒരു റോഡ് എഞ്ചിനാണ് നമ്മുടെ നരേറ്റർക്ക് കിട്ടിയത്. അദ്ദേഹം നമ്മളെ അടുത്ത് പറയാണ്, റീഡേഴ്സിൻ്റെ അടുത്ത് പറയാണ്, ഡോണ്ട് ആസ്ക് മീ ഹൗ എ റോഡ് എഞ്ചിൻ കെയിം ടു ബി ഇൻക്ലൂഡഡ് എമംഗ് ദി പ്രൈസസ്. ഈ പ്രൈസസിൻ്റെ ഇടയിൽ എന്തിനാണ് ഇവർ ഈ റോഡ് എഞ്ചിൻ ഇൻക്ലൂഡ് ആക്കിയത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കതിലൊരു മറുപടിയില്ല, എനിക്കറിയില്ല അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് വല്ലാണ്ട് പറ്റിയിട്ടില്ല എന്ത് റോഡ് എഞ്ചിൻ. കാര്യം എന്താണ്, അദ്ദേഹത്തിന് അത് റോഡ് എഞ്ചിൻ ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഓടിക്കാനോ ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു താല്പര്യമില്ല, അദ്ദേഹത്തിന് അത്ര യൂസ് അല്ലാത്തൊരു ഗിഫ്റ്റാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അത് കിട്ടിയതിപ്പോൾ ആകെ സ്റ്റണ്ണായിട്ടുണ്ടല്ലോ, ആകെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ അവിടെ കൂടിയുള്ളവരൊക്കെ എന്താണ്, അദ്ദേഹത്തെ വല്ല സ്ട്രേഞ്ച് ആനിമലിനെ പോലെ, വല്ല അപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മൃഗത്തെ നോക്കുന്നത് പോലെ അദ്ദേഹത്തെ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഗേസ്ഡ് അറ്റ് മീ എന്ന് പറഞ്ഞാൽ ലുക്ക്ഡ് അറ്റ് മീ, നോക്കുക, എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് നോട്ട് ദി സോർട്ട് ഓഫ് പ്രൈസ് വൺ കുഡ് ക്യാരി ഹോം അറ്റ് ഷോർട്ട് നോട്ടീസ് അല്ലേ. ഒന്നാമത്തെ കാര്യം എന്താണ്, ഇത് നമുക്ക് സ്വന്തമായിട്ട് ക്യാരി ചെയ്ത് പൊക്കി കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ഗിഫ്റ്റാണ് എനിക്ക് ലോട്ടറി അടിച്ച് അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് നമ്മുടെ നരേറ്റർ പറയുന്നത് അല്ലേ. ഐ ആസ്ക്ഡ് ദി ഷോമാൻ ഇഫ് ഹി വുഡ് ഹെൽപ്പ് മീ ടു ട്രാൻസ്പോർട്ട് ഇറ്റ്. ഹി ഡിക്ലൈൻഡ് ബട്ട് agreed to keep the engine on the grounds till the end of their season. I asked the showman if he could find me a driver. He just smiled. Can't I sell it to some municipality? I asked innocently. He burst into a laugh. As a showman, I have enough trouble with municipal people. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ആകെ എന്താണ്, ഒരു ഗിഫ്റ്റ് കിട്ടി അല്ല, എഞ്ചിനാണ് കിട്ടി, റോഡ് എഞ്ചിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു വഴിയില്ല അതൊന്ന് ക്യാരി ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ആർക്ക് നരേറ്റർക്ക് ഒരു വഴിയില്ല. അത് ഓടിക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ അത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര വെയിറ്റുള്ള ഒരു സാധനമാണല്ലോ, ഒരു എഞ്ചിനാണല്ലോ റോഡ് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ നരേറ്റർ എന്ത് ചെയ്യാണ്, ഷോമാനാണല്ലോ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്, പ്രൈസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷോമാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്നതൊന്ന് ഹെൽപ്പ് ചെയ്യുമോ, അത് എൻ്റെ വീട്ടിലേക്കൊന്ന് എത്തിക്കാൻ വല്ല വകുപ്പുണ്ടോ, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് നരേറ്റർ ഷോമാൻ്റെ അടുത്ത്. അപ്പോൾ ഷോമാൻ പറഞ്ഞു, ഡിക്ലൈൻ ചെയ്തു അല്ല, അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത്. ഇല്ല, പറ്റില്ല, എനിക്ക് ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് പ്രൈസ് തന്നതും പോലെ ഇത് നിങ്ങളുടെ വീട്ടിലും കൂടി എത്തിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് റിസ്ക്കാണ്, എനിക്ക് പറ്റില്ല എന്നാരും പറയാണ്, ഷോമാന് നരേറ്ററുടെ അടുത്ത് പറയുകയാണ്. പക്ഷേ ഷോമാൻ എന്തുകൂടെ എന്താ പറയുക, ഒരു ചെറിയൊരു കൺസിഡറേഷൻ കൊടുക്കുകയാണ്. എന്താണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ സീസൺ കഴിയുന്നത് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജിംഖാന ഗ്രൗണ്ടിൽ വെച്ചോളൂ, കുഴപ്പമില്ല. ജിംഖാന ഗ്രൗണ്ടിലൊരു സൈഡിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഈ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ പ്രൈസ് റോഡ് എഞ്ചിൻ വെച്ചോളൂ. ഞങ്ങളുടെ സീസൺ കഴിയുന്നത് വരെ, ഞങ്ങളുടെ ഷോ കഴിയുന്നത് വരെ ഞങ്ങളാണല്ലോ മുനിസിപ്പാലിറ്റിയിലേക്ക് എന്ത് കൊടുക്കുന്നത്, റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതുവരെ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ അത് കഴിയുമ്പോഴേക്കും നിങ്ങൾ മറ്റൊരു വഴി കണ്ടെത്തിക്കോളൂ എന്ന് ഷോമാൻ നരേറ്ററുടെ അടുത്ത് പറയും. അപ്പോൾ അങ്ങനൊരു കൺസിഡറേഷനൊക്കെ കൊടുത്തു. എന്നാലും നമ്മുടെ നരേറ്റർ വീണ്ടും ചോദിക്കുകയാണ്, ഇതിലൊരു ഡ്രൈവറെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഷോമാൻ അത് കേട്ടിട്ട് ചിരിക്കുകയാണ്, വേറെ റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല, ആൾ ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വീണ്ടും നമ്മുടെ നരേറ്റർ വീണ്ടും ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്, കാണ്ട് ഐ സെൽ ഇറ്റ് ടു സം മുനിസിപ്പാലിറ്റി, ഇതെങ്ങനെ മുനിസിപ്പാലിറ്റിയിലേക്ക് വിൽക്കാൻ പറ്റുമോ, അതിനെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ. ഞാനൊരു നിഷ്കളങ്കമായ രീതിയിലല്ല, ഇന്നസെൻ്റ്ലി ആയിട്ട് ഭയങ്കര നിഷ്കളങ്കതയോടുകൂടി ഞാൻ ഷോമാൻ്റെ അടുത്ത് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഷോമാൻ എന്താ ചെയ്യുന്നത്, ഹി ബേസ്റ്റ് ഇൻ ടു എ ലോഫ്, അദ്ദേഹം അങ്ങനെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, എസ് എ ഷോമാൻ, ഞാനൊരു ഷോമാനായ എനിക്ക് അല്ലെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാരുമായിട്ട് ഭയങ്കര ഞങ്ങൾ അത്ര ഒരു രസത്തിലല്ല, അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ഇനി ഈ ഒരു കാര്യം കൂടി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും നടക്കുന്ന കേസ്. അപ്പോൾ അതും ആ ഒരു വഴി എന്തായി അടഞ്ഞു അല്ലേ. മുനിസിപ്പാലിറ്റിയിലേക്ക് വിൽക്കുക എന്നുള്ള ആ ഒരു ഐഡിയ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവർ നമ്മുടെ നരേറ്റർ. അപ്പോൾ അതും അവിടെ പൊളിഞ്ഞു. അതും ആർക്ക്, നമ്മുടെ ഷോമാൻക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാ വഴിയും അടഞ്ഞ് ആകെപ്പാട് കിട്ടിയിട്ടുള്ളൊരു വഴി എന്താണ്, അവരുടെ സീസൺ കഴിയുന്നത് വരെ നമ്മുടെ നരേറ്ററുടെ റോഡ് എഞ്ചിൻ അവിടെ വെക്കാം അല്ലേ. അപ്പോൾ അത് ഷോ കഴിയുമ്പോഴേക്കും വേറൊരു വഴി നമ്മുടെ നരേറ്റർ കണ്ടെത്തേണ്ടതുണ്ട്. ഒക്കെ അതൊരു വലിയൊരു ചാലഞ്ചായിട്ട് നമ്മുടെ നരേറ്ററുടെ മുന്നിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. യെസ്, then I would rather keep out of their way. My friends and well-wishers poured into congratulate me on my latest acquisition. അപ്പോൾ എന്താണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിട്ടിയിട്ടുള്ള ഒരു അക്യൂസിഷൻ അല്ലേ, അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു ഗിഫ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് അക്യൂസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടിയതറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും അതുപോലെ വെൽ വിഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്താണ് നമ്മളുടെ നല്ലത് ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലേ, അവരൊക്കെ എന്താണ് അവരുടെ ഫ്രണ്ട്സും വെൽവിഷേഴ്സൊക്കെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എവറി ഡേ ഐ മെയ്ഡ് എ ട്രിപ്പ് ടു ദ ജിംഖാന ഗ്രൗണ്ട്സ് ടു ഹാവ് എ ലുക്ക് അറ്റ് മൈ എൻജിൻ. ഐ ഗ്രൂ വെരി ഫോണ്ട് ഓഫ് ഇറ്റ്. ഐ ലവ്ഡ് ഇറ്റ്സ് ഷൈനിങ് ബ്രാസ് പാർട്സ്. ഐ സ്റ്റുഡ് നിയർ ഇറ്റ് ആൻഡ് പാറ്റഡ് ഇറ്റ് affectionately, hovered about it and returned home every day only at the close of the show അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ഷോ കഴിയുന്നത് വരെ എൻജിൻ ജിംഖാന ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ നരേറ്റർ എന്ത് ചെയ്യും, എവറി ഡേ എല്ലാ ദിവസവും മോർണിംഗിൽ ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജിംഖാന ഗ്രൗണ്ടിലെത്തും. എന്തിനാണ്, ഷോ കാണാൻ വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും അല്ലേ, ഇങ്ങനെ ചുറ്റിപ്പറ്റി ഗിഫ്റ്റിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. അതിന് ഇഷ്ടമുണ്ട്, ഗിഫ്റ്റിനോട് ഇഷ്ടമുണ്ട്, പ്രൈസിനോട് ഇഷ്ടമുണ്ട്. പക്ഷേ ഒരു ഉപകാരമില്ലാത്തൊരു പ്രൈസാണെന്നുള്ളൊരു വിഷമം മാത്രമാണ് ആർക്കുള്ളൂ, നമ്മുടെ നരേറ്റർക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്, എന്നും ഡെയിലി ഈ ഷോ കഴിയുന്നത് വരെ അദ്ദേഹം എന്ത് ചെയ്യും, ഡെയിലി മോർണിംഗിൽ വരും, ഗിഫ്റ്റ് ആ ഒരു റോഡ് എഞ്ചിനെ ഇങ്ങനെ തൊട്ട് തലോടി അല്ലെങ്കിൽ അതിൻ്റെ ഓരോരോ ഷൈനിങ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കും അല്ലേ. ആ ഒരു റോഡ് എഞ്ചിനെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെ എപ്പോഴാണ് എന്നിട്ട് പോവുക, ഈവനിങ്ങിൽ ഷോ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകാറുള്ളത്. ഓക്കെ. When the showman finally packed up, I received a notice from the municipality to collect my road engine. When I went there the next day, it looked neglected. The showman had moved on, leaving the engine where it stood. It was perfectly safe though. അല്ലേ, ഇങ്ങനെ എന്താണ്, ഒരു ദിവസം ഷോമാൻ എല്ലാം അവരുടെ ഷോ ഒക്കെ കഴിഞ്ഞ് ഫൈനലി അവർ എന്ത് ചെയ്യാണ്, പേക്കപ്പാക്കി അല്ല പേക്കപ്പായിട്ട് പോവുകയാണ്. അതായത് അവരുടെ ഷോ കഴിഞ്ഞ് അവർ എല്ലാം പാക്ക് ചെയ്തിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമ്മളുടെ നരേറ്റർക്ക് ഓർഡർ വരികയാണല്ലേ, അതായത് ജിംഖാന ഗ്രൗണ്ട് ഫുള്ളി കാലിയാക്കി കൊടുക്കണം. ഷോ കഴിഞ്ഞാൽ ഷോമാൻ എന്ത് ചെയ്യണം, അവിടെ ഫുള്ളി അത് കാലിയാക്കി ജിംഖാന ഗ്രൗണ്ട് ഫുള്ളി കാലിയാക്കി കൊടുക്കണം അല്ലേ, അതാണ് നിയമം. അല്ലെങ്കിൽ അവിടെ റെൻറ്റ് പോകും അല്ലേ. അപ്പോൾ മുനിസിപ്പാലിറ്റി വന്ന് നോക്കിയപ്പം അവിടെ ഷോ ഒക്കെ എല്ലാം എന്തായിട്ടുണ്ട്, പാക്കപ്പായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു റോഡ് എഞ്ചിൻ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ആരുടെയാണെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ നമ്മുടെ നരേറ്ററുടെ ആണെന്ന് ആർക്ക് മനസ്സിലാവുന്നുണ്ട്, മുനിസിപ്പാലിറ്റിയിൽ ഓഫീസേഴ്സിന് മനസ്സിലാകുന്നു. അങ്ങനെ മുനിസിപ്പാലിറ്റി ഓഫീസേഴ്സ് എന്ത് ചെയ്യാണ്, നമ്മുടെ നരേറ്റർക്കൊരു നോട്ടീസ് പോവുകയാണ്, ഇത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ഇത് റോഡ് എഞ്ചിൻ ഇവിടെ നിന്ന് മാറ്റണം അല്ലേ, ജിംഖാന ഗ്രൗണ്ടിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് പോവുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മുടെ നരേറ്റർ എന്ത് ചെയ്യാണ്, ജിംഖാന ഗ്രൗണ്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ എല്ലാവരും ഷോമാനൊക്കെ പാക്കപ്പായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ എൻജിൻ മാത്രം അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ. എൻജിൻ അവിടെ ഇങ്ങനെ പെർഫെക്റ്റ്ലി സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ എൻജിൻ മാത്രമേ ഉള്ളൂ, ബാക്കി ഷോവും കാര്യങ്ങളും അതിൻ്റെ എല്ലാവിധ പരിപാടികളും അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു എൻജിൻ മാത്രം, അദ്ദേഹത്തിൻ്റെ പ്രൈസ് മാത്രമാണ് ഇപ്പോൾ അവിടെ ആ ഒരു ജിംഖാന ഗ്രൗണ്ടിൽ ഉള്ളതുള്ളൂ. Soon I received a second notice from the municipality ordering that the engine should be removed with immediate effect. Otherwise, they would charge rent for the grounds. After deep thought, I considered to pay the rent. I paid 10 rupees a month for the next 3 months. അപ്പോൾ എന്താണ്, അപ്പോൾ ഫസ്റ്റ് നോട്ടീസിൽ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് അതൊന്നും ഡ്രാഗ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ജിംഖാന ഗ്രൗണ്ടിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, റോളർ അങ്ങനെ ഫസ്റ്റ് നോട്ടീസ് കിട്ടിയിട്ട് ആൾ എന്ത് ചെയ്തിട്ടില്ല, അത് മൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആൾക്കല്ലേ. അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും സെക്കൻഡ് നോട്ടീസും അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അല്ലേ. സെക്കൻഡ് നോട്ടീസിൽ എന്താണ് ഒന്നുകൂടെ കർശനമായിട്ടാണ് പറയുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് റിമൂവ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളിതിന് റെൻറ്റ് ചാർജ് ചെയ്യേണ്ടി വരും അല്ല, റെൻറ്റ് കൊടുക്കേണ്ടി വരും. എത്രയാണ് റെൻറ്റ് പറഞ്ഞിട്ടുള്ളത്, പെർ മന്ത് 10 rupees വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, റെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ പെർ മന്ത് ഓരോ മന്തിലും 10 rupees വെച്ചിട്ട് കൊടുക്കണം. ഈ ജിംഖാന ഗ്രൗണ്ടിൽ എത്ര മാസത്തോളം ഈ ജിംഖാന ഗ്രൗണ്ടിൽ റോഡ് റോളർ ഇരിക്കുന്നോ അത്രയും മാസം ഓരോ മാസം എത്ര രൂപ 10 rupees വെച്ച് മുനിസിപ്പാലിറ്റിയിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും, റെൻറ്റ് കൊടുക്കേണ്ടി വരും നമ്മുടെ നരേറ്റർ. കുറേ ആലോചിച്ച് ഒരുപാട് ആലോചനയ്ക്ക് ശേഷം നമ്മുടെ നരേറ്റർ എന്ത് ചെയ്യണം, ഓക്കെ സമ്മതിക്കുകയാണ്, ഓക്കെ ഞാൻ പെർ മന്ത് 10 rupees വെച്ച് കൊടുത്തോളാം എന്ന് ക്യാഷ് അടച്ചോളാം, നെക്സ്റ്റ് 3 months വരെ ഞാൻ അങ്ങനെ കൊടുത്തോളാം, അപ്പോഴത്തേനും ഞാനൊരു വഴി കണ്ടെത്താം എന്നുള്ള രീതിയിൽ അദ്ദേഹം സമ്മതിക്കുകയാണ് മുനിസിപ്പാലിറ്റി ഓഫീസറുടെ അടുത്ത്. പക്ഷേ അദ്ദേഹം പറയുകയാണ്, ഡിയർ സർ, ഐ വാസ് എ പുവർ മാൻ. ഈവൻ ദ ഹൗസ് വിച്ച് മൈ വൈഫ് ആൻഡ് ഐ ഓക്യുപ്പൈഡ് കോസ്റ്റ് മീ ഓൺലി 4 rupees a month. And fancy paying 10 rupees a month for the road engine. It cut into my slender budget and had to pledge a jewel or two belongings to my wife. Every day my wife asked me what I proposed to do with the engine. I had no answer to give her. I went up and down the town offering it for sale to all and sundry. അദ്ദേഹം നമ്മുടെ നരേറ്റർ മുനിസിപ്പൽ ഓഫീസറുടെ അടുത്ത് പറയുകയാണ്, യെസ് സർ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, ഞാൻ എൻ്റെ വൈഫും കൂടി താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിനാകെ എത്ര ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ, 4 rupees ആണ് പെർ മന്ത് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ, ഇവിടെ എനിക്ക് പ്രൈസ് കിട്ടിയ ഈ എഞ്ചിന് ഞാൻ പെർ മന്ത് 10 rupees കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചതൊരു വലിയൊരു എമൗണ്ടാണ് അല്ലേ, സംബന്ധിച്ചതൊരു വലിയൊരു എമൗണ്ടാണ്, വലിയൊരു സ്ലെൻഡർ ബഡ്ജറ്റ് തന്നെയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനത് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഗോൾഡൊക്കെ പണയം വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു റെൻ്റൊക്കെ അടക്കുകയാണ്.
പക്ഷേ എന്താണ് വൈഫ് എവറി ഡേ അദ്ദേഹത്തിന് ഇങ്ങനെ അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ ഒരു എഞ്ചിനെ കൊണ്ട് കാട്ടാൻ പോകുന്നത്, എന്താണ് നിങ്ങളുടെ തീരുമാനം ഒന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ വൈഫ് ഇങ്ങനെ എപ്പോഴും പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈഫിൻ്റെ ഈ ക്വസ്റ്റ്യന് അദ്ദേഹത്തിനാണെങ്കിലോ ഒരു മറുപടിയും ഇല്ല അല്ലേ, അദ്ദേഹം ആകെ പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഡെയിലി പുറത്തിറങ്ങിയിട്ട് ഓരോരുത്തരുടെ അടുത്തും ഇങ്ങനെ ചോദിക്കും അല്ലേ, ഇങ്ങനെ ഒരു റോഡ് എഞ്ചിൻ ഉണ്ട്, ആൾക്കാർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും തന്നെ വേണ്ട, റോഡ് എഞ്ചിൻ ആവശ്യമില്ല, റോഡ് എഞ്ചിൻ വേണ്ട. Someone suggested me the municipal chairman. He may bite for the municipality. With great apprehension, I went to the municipal office and entered the chairman's room. I mentioned my business. I told him I was prepared to give away the engine at a great concession. I started talking about the importance of owning a road roller, but that attempt too turned out to be futile. അങ്ങനെ ആരൊക്കെയോ അദ്ദേഹത്തിനോട് ആരൊക്കെ സജസ്റ്റ് ചെയ്തു ഒരു പക്ഷേ മുനിസിപ്പൽ ചെയർമാനെ പോയി മീറ്റ് ചെയ്താൽ അവർ ചിലപ്പോൾ ഇത് വാങ്ങാൻ സാധ്യതയുണ്ട്, റോഡ് എഞ്ചിൻ മുനിസിപ്പാലിറ്റിയിൽ ചിലപ്പോൾ അവരിത് വാങ്ങാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ആ ഒരു രീതിയിലൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുന്നത് പറഞ്ഞപ്പോൾ നമ്മുടെ നരേറ്റർ ആ ഒരു രീതിയിൽ മുനിസിപ്പൽ ചെയർമാൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് ഈ റോഡ് റോളറിനെ പറ്റിയൊക്കെ ഭയങ്കര ഒരു അപ്രഹെൻഷൻ അല്ലെ, ഭയങ്കര ഒരു ടെൻഷനോട് കൂടിയൊക്കെയാണ് നമ്മുടെ നരേറ്റർ എന്ത് ചെയ്തിട്ടുള്ളത്, മുനിസിപ്പൽ ഓഫീസിലേക്ക് ചെയർമാൻ്റെ ഓഫീസിലേക്ക് പോകുന്നത്. എന്നിട്ട് അവിടെ പോയിട്ട് മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ്, അല്ലെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പറയുകയാണ്, അങ്ങനെ റോഡ് റോളർ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, അങ്ങനെ റോഡ് റോളറിൻ്റെ ഒരുപാട് ഗുണങ്ങളും മേന്മകളും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യുകയാണ് നമ്മുടെ മുനിസിപ്പൽ ചെയർമാനെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രമവും ചെയ്തത് പരാജയപ്പെടുകയാണ് ചെയ്തത് അല്ലേ. ബട്ട് ദാറ്റ് അറ്റംപ്റ്റ് ടു ടേൺഡ് ഔട്ട് ടു ബി ഫ്യൂട്ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചെയ്തത് ഒരു ഉപകാരമില്ല, അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു പോയി, അദ്ദേഹത്തിൻ്റെ ആ ഒരു അറ്റംപ്റ്റും പരാജയപ്പെട്ടു. I realized that I was making myself bankrupt maintaining the engine in the Gymkhana ground. Fresh complications arose when a cattle show came and I was given 24 hours to get the thing out of the grounds. I became desperate. There was not a single person for 50 miles around who knew anything about driving a road engine. I begged every passing bus driver to help me, but without use. I even approached the station master to put in a word with the male engine driver. അങ്ങനെ എല്ലാ വഴിയും അടഞ്ഞിരിക്കുകയാണ് അല്ലെ, ആരും ഒരു ഹെൽപ്പും തരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ഇങ്ങനെ പോവുകയാണെങ്കിൽ അല്ലേ, മാസം ഞാൻ ഈ 10 rupees ഇങ്ങനെ മുനിസിപ്പാലിറ്റിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആകെ ഒരു വലിയൊരു കടക്കാരനായി മാറും അല്ലേ. യെസ്, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പുതിയൊരു കോംപ്ലിക്കേഷൻ അല്ലേ, ഒരു ഫ്രഷ് കോംപ്ലിക്കേഷൻ ഉദിക്കുകയാണ്. ജിംഖാന ഗ്രൗണ്ടിൽ ഒരു കാറ്റിൽ ഷോ നടക്കാൻ പോവുകയാണ്, ഒരു കന്നുകാലി ഷോ അല്ലേ, കാളപ്പൂട്ട് മത്സരം നടക്കാൻ പോവുകയാണ്. അപ്പോൾ 24 hours ഉള്ളിൽ നിന്നും ആ ഒരു റോഡ് റോളർ അവിടെ നിന്നും മൂവ് ചെയ്യണം എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റി കൊടുത്ത ഓർഡർ. ഇനി അവർക്ക് റെൻറ്റും വേണ്ട, ഒന്നും വേണ്ട, പക്ഷേ ആ ഒരു റോഡ് റോളർ അവിടെ നിന്നും മൂവ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം. അങ്ങനെ അദ്ദേഹം ഒരുപാട് ആൾക്കാരുടെ പിന്നാലെ നടക്കുന്നുണ്ടല്ലേ, എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ബെഗ് ചെയ്യുന്നുണ്ട്. അതിലൂടെ പോകുന്ന ബസ് ഡ്രൈവേഴ്സിൻ്റെ അടുത്തൊക്കെ അദ്ദേഹം പോയി ബെഗ് ചെയ്യുന്നുണ്ട്, ഇനി ഒരു റോഡ് റോളർ ഉണ്ട്, അതൊന്ന് ജിംഖാന ഗ്രൗണ്ടിൽ നിന്നും ഒന്ന് മാറ്റി തരാമോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പോയിട്ട് അദ്ദേഹം യാചിക്കുന്നുണ്ട്. പക്ഷേ നോട്ട് യൂസ് അല്ലേ, ഒരു ഉപകാരവും അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അദ്ദേഹം ആരുടെ കൂടെ പോകുന്നുണ്ട്, മെയിൽ എഞ്ചിൻ ഡ്രൈവറുടെ അടുത്തില്ലേ, മെയിൽ എഞ്ചിൻ ഡ്രൈവറുടെ അടുത്ത് വരെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യാണ്, പറ്റില്ല, എനിക്ക് സാധിക്കില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്നില്ല. മെയിൽ എഞ്ചിൻ ഡ്രൈവേഴ്സും അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, കൈയൊഴിയാണ് ചെയ്തത്. Meanwhile, the municipality was pressing me to clear out. I saw the priest of the local temple and managed to gain his sympathy. He offered me the service of his temple elephant. I also engaged 50 coolies to push the engine from behind. You may be sure this drained all my resources. The coolies wanted 8 annas per head, and the temple elephant cost me 7 rupees a day, and I had to give it a day's feed. അങ്ങനെ ഇതിന് എല്ലാ വഴിയും അടങ്ങിയില്ല, ആരും ഒരു ഹെൽപ്പും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വീണ്ടും അദ്ദേഹത്തെ ഇങ്ങനെ എന്ത് ചെയ്യണത്, ക്ലിയർ ചെയ്യൂ, ഈ ജിംഖാന ഗ്രൗണ്ടിൽ നിന്നും ഈ റോഡ് റോളർ എങ്ങനെയും മാറ്റും എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രീസ്റ്റിനെ കാണുകയാണല്ലേ. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിലെ പൂജാരിയെ കണ്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പൂജാരിക്ക് അദ്ദേഹത്തോട് നമ്മുടെ നരേറ്ററോട് ഒരു സിമ്പതി തോന്നുകയാണ്. അങ്ങനെ ആ സിമ്പതി തോന്നി അദ്ദേഹം പ്രീസ്റ്റ് പറയുകയാണ്, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇവിടെ ടെമ്പിൾ എലഫൻ്റ് ഉണ്ട്, അമ്പലത്തിൽ ആനയുണ്ട്, ആനേനെ കൊണ്ട് നമുക്കൊരു കൈ നോക്കാം അല്ലേ, ചിലപ്പോൾ ആന വിചാരിച്ചാൽ നമുക്ക് ആ റോഡ് റോളർ പുറത്തെടുക്കാൻ പറ്റുമായിരിക്കും, നമുക്കൊന്ന് നോക്കാം, ട്രൈ ചെയ്യാമെന്ന് പ്രീസ്റ്റ് ഉറപ്പ് കൊടുക്കണം. അങ്ങനെ
അദ്ദേഹം പ്രീസ്റ്റ് ടെമ്പിൾ എലഫൻറ്റിനെ ഓഫർ ചെയ്തു. അതുപോലെ നമ്മുടെ നരേറ്റർ 50 കൂലീസിന് അല്ലെ 50 കൂലിപ്പണിക്കാരെ ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം നമ്മൾ പറയുകയാണ്, നിങ്ങൾക്ക് ഊഹിക്കാം അല്ലേ, ഒരു ടെമ്പിൾ എലഫൻറ്റിനും 50 കൂലീസിനും ഒക്കെ കൂടി ഒരു സംഖ്യ കൊടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒന്നുമില്ല, വൈഫിൻ്റെ ഗോൾഡൊക്കെ പണയം വെച്ചിട്ടുള്ള ആ ഒരു ക്യാഷൊക്കെയാണുള്ളത്. അപ്പോൾ ഉള്ളതും എന്തായി പോകും, എല്ലാം ഡ്രെയിൻഡായി പോകും അല്ലേ, ഉള്ള കാശും വറ്റി വരളാനാണ് ഇനിയിപ്പോൾ പോകുന്നത്. പക്ഷേ നോക്കിയിട്ട് കാര്യമില്ല, ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം, അതാണിപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള ലക്ഷ്യം. ദ കൂലീസ് വാണ്ടഡ് 8 അണാസ് പെർ ഹെഡ് അല്ലേ. അപ്പോൾ 50 കൂലീസിന് ഒരു കൂലിക്കാരന് എത്ര രൂപ കൊടുക്കണം, 8 അണ കൊടുക്കണം. അങ്ങനെ 50 കൂലീസിനും 8 അണാസ് വെച്ച് കൊടുക്കണം. പിന്നെ ടെമ്പിൾ എലഫൻറ്റിന് പെർ ഡേ 7 റുപ്പീസ് കൊടുക്കണം. അപ്പോൾ ഒരു ഡേ കൊണ്ട് ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ സെക്കൻഡ് ഡേ വേണ്ടി വരും, തേർഡ് ഡേ, മൂന്നാമത്തെ ദിവസം ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഒരു ദിവസം എലഫൻറ്റിൻ്റെ കൂലി എന്ന് പറയുന്നത് 7 റുപ്പീസും 50 കൂലീസിൻ്റെ പെർ ഹെഡ് ഓരോ ആൾക്കാർക്കും 8 അണയും കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മുടെ നരേറ്ററുടെ കയ്യിലുള്ള ക്യാഷൊക്കെ ഒരുവിധം വറ്റി വരളും അല്ലേ. മൈ പ്ലാൻ വാസ് ടു ടേക്ക് ദി എഞ്ചിൻ ഔട്ട് ഓഫ് ദി ജിംഖാന ആൻഡ് ദെൻ ഡൗൺ ദി റോഡ് ടു എ ഫീൽഡ് ദാറ്റ് വാസ് ഓൺഡ് ബൈ എ friend. I also took into service one Joseph, a dismissed bus driver. Joseph said that although he knew nothing of road rollers, he could nevertheless steer one if it was somehow kept in motion. It was a fine sight. The temple elephant yoked to the engine by means of short ropes, with 50 determined men pushing it from behind, and my friend Joseph sitting in the driving seat. അപ്പോൾ എന്താ, അദ്ദേഹം 50 കൂലീസിനെയും എലഫൻറ്റിനെയും ഇപ്പോൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം വിചാരിക്കുന്നത്, നമ്മുടെ നരേറ്റർ വിചാരിക്കുന്നത്, ഈ റോഡ് റോളർ എങ്ങനെയെങ്കിലും ജിംഖാന ഗ്രൗണ്ടിൽ നിന്നും കൊണ്ടുവന്നിട്ട് അദ്ദേഹം നമ്മുടെ എന്താ നരേറ്ററുടെ ഒരു ഫ്രണ്ടിൻ്റെ പാടത്ത് കൊടുന്ന് വെക്കാം തൽക്കാലം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം, ഇപ്പോഴത്തെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നരേറ്റർ വേറൊരാളെയും കൂടി ഇതിലേക്ക് ഈ ഒരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെയാണ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ളൊരു ജോസഫ് ഉണ്ട്. അദ്ദേഹം ഒരു ബസ് ഡ്രൈവർ ആയിരുന്നു, മുന്നേ ഒരു ബസ് ഡ്രൈവർ ആയിരുന്നു, ഇപ്പോൾ വിരമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബസ് ഡ്രൈവറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റോഡ് എഞ്ചിൻ അതിൻ്റെ സ്റ്റിയറിംഗ് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, എനിക്ക് റോഡ് റോളർ ഓടിച്ചിട്ടൊന്നും പരിചയമില്ല, എന്നാലും സ്റ്റിയറിംഗ് ഒക്കെ ബാലൻസ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ജോസഫും ഓക്കെ പറയുകയാണ്. അങ്ങനെ ഫ്രണ്ട് സീറ്റിൽ ജോസഫും 50 കൂലീസും അതുപോലെ എലഫൻറ്റും ഇവർ 3 പേരും കൂടി എന്ത് ചെയ്യാൻ പോവുകയാണ്, ജിംഖാന ഗ്രൗണ്ടിൽ നിന്നും ഈ റോഡ് എഞ്ചിനെ ഡ്രാഗ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. A huge crowd stood around and watched in great glee. The engine began to move. It seemed to me the greatest moment in my life. അല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു സീനറി കാണാൻ വേണ്ടിയിട്ട് അല്ലേ, ഈ ജിംഖാന ഗ്രൗണ്ടിൽ നിന്നും ഈ റോഡ് റോളർ കൊണ്ടുവരുന്നത്, അതും ആനയും കുറേ ആൾക്കാരും ഒക്കെ ആയിട്ടാണല്ലേ. അപ്പോൾ ഒരു വലിയൊരു സീനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കൂട്ടം അവിടെ കൂടിയിട്ടുണ്ട്. നമ്മുടെ എന്താ നരേറ്ററിനെ സംബന്ധിച്ചും ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. When it came out of the Gymkhana to the main road, the engine began to behave in a strange manner. Instead of going straight down the road, it began to wobble and zigzag. അപ്പോൾ അവർ എല്ലാവരും കൂടി ട്രൈ ചെയ്തിട്ട് ജിംഖാന ഗ്രൗണ്ടിൽ നിന്നും മെയിൻ റോഡിലേക്ക് എഞ്ചിനെ കൊണ്ടുവരാൻ സാധിച്ചു, മൂവ് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷേ മെയിൻ റോഡിലെത്തിയപ്പോൾ റോഡ് റോളറിൻ്റെ സ്വഭാവത്തിലൊരു സ്ട്രേഞ്ച് മാനർ അല്ലേ, സ്വഭാവത്തിനൊരു മാറ്റമൊക്കെ വന്നു. ഇവർ എന്താണ് ജോസഫ് ഡ്രൈവറും 50 കൂലീസും അതുപോലെ എലഫൻറ്റും ഒരു ഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്യാണ് എഞ്ചിനെ. പക്ഷേ എഞ്ചിനാണെങ്കിലോ വേറെ ഭാഗത്തേക്കായിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിഗ്സാഗായിട്ട് വളഞ്ഞ് വേറെ ഏതൊക്കെയോ ഭാഗത്തേക്കാണ് ദിശ മാറിയിട്ട് ഡയറക്ഷൻ മാറിയിട്ട് ആരും നമ്മളുടെ എഞ്ചിന് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ദ എലഫൻറ്റ് ഡ്രാഗ്ഡ് ഇറ്റ് വൺ വേ. ജോസഫ് ടേൺ ദ വീൽ വിത്തൗട്ട് എനി ഐഡിയ ഓഫ് വേർ ഹി വാസ് ഗോയിങ്. ദ 50 men behind it clung to it and pushed it just where they liked. As a result of all this confused dragging, the engine ran straight into the wall of the opposite compound and reduced a good length of it ടു പൗഡർ അല്ലേ. അപ്പോൾ ജോസഫും 50 കൂലീസും ആനയും ഒക്കെ എന്താണ് അവരുടേതായ ഒരുപാട് ഐഡിയ വെച്ചിട്ട് പരമാവധി എലിഫൻറ്റിനെ ഇങ്ങനെ ഒരു ദിശയിലേക്ക് ഒരു ഡയറക്ഷനിലേക്ക് ഡ്രാഗ് ചെയ്യിക്കുന്നു. പക്ഷേ എഞ്ചിനാണെങ്കിലോ എഞ്ചിൻ വേറൊരു ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എഞ്ചിൻ അങ്ങനെ വേറൊരു ഡയറക്ഷനിലേക്ക് മൂവായിട്ട് അത് എങ്ങോട്ടാണ് പോയിട്ടുള്ളത്, ഓപ്പോസിറ്റുള്ള ഒരു പറമ്പിലെ ഒരു മതിലിലേക്കാണ് പോയി ഇടിച്ചത്. ആ മതിലാകെ എന്ത് ചെയ്തിട്ടുണ്ട്, പോയി ഇടിച്ചിട്ട് ആകെ പൗഡർ ആക്കിയിട്ടുണ്ട്. ആ ഒരു മതിലിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ട് പൊടിയാക്കിയിട്ടുണ്ട്. At this the crowd let out a joyous yell. അവിടെ കൂടിയിട്ടുള്ള ആൾക്കാരൊക്കെ എന്താണ് ആകെ പേടിച്ച് അട്ടഹസിച്ചിട്ടുണ്ട് കേട്ടോ, ആകെ പേടിച്ചോട് വരണ്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ. The elephant is liking the behavior of the crowd, tempted loudly. It strained and snapped its ropes and kicked down a further length of the wall. The 50 men fled in panic. The crowd created a pandemonium.
someone slapped me in the face. It was the owner of the compound wall. The police came on the scene and merged me off. അല്ലേ, അപ്പോൾ ഈ ആൾക്കാരിങ്ങനെ ഭയങ്കര ജോയസ് എന്ന് പറഞ്ഞാൽ ആകെ പേടിച്ച് വരണ്ട് അട്ടഹസിച്ചൊക്കെ ഓടിപ്പോകുമ്പോൾ ആ ഒരു ശബ്ദ കോലാഹലങ്ങൾ കേട്ടിട്ട് നമ്മുടെ ആനക്കാകെ ദേഷ്യം പിടിച്ച്, ആനയുടെ സ്വഭാവത്തിലും ആന ഒരുപാട് മതം ഇളകിയ പോലെ ആന ഭയങ്കരമായിട്ട് ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ വരുത്തുകയാണ്. അങ്ങനെ ആനയ്ക്ക് ദേഷ്യം പിടിച്ച് ആന എന്ത് ചെയ്യാണ്, നമ്മുടെ റോഡ് എഞ്ചിൻ പോയി ഇടിച്ച് ഒരു ഭാഗം മതിലൊക്കെ പൊളിച്ച് നാശാക്കിയിട്ടുണ്ടായിരുന്നു. ആ മതിലിൻ്റെ ബാക്കി പൊളിയാത്ത ഭാഗവും കൂടി ആര് നശിപ്പിക്കുകയാണ്, എലഫൻറ്റ് പോയി ആകെ പൊടിയാക്കി ഇടുകയാണ് ചെയ്യുന്നത്, ആന ദേഷ്യം പിടിച്ചിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നമ്മുടെ നരേറ്ററിൻ്റെ മുഖത്തേക്ക് ഭയങ്കരമായിട്ടൊരു അടി കൊടുത്തു. ആരായിരുന്നു അത്? ആ ഒരു കോമ്പൗണ്ട് വാളിൻ്റെ ഓണറായിരുന്നു കേട്ടോ. യെസ്, അപ്പോൾ അവിടെ കൂടിയവരൊക്കെ ആകെ പേടിച്ച് ഓടിപ്പോയിട്ടുണ്ട്. എല്ലാവരും ഓടിപ്പോവാണ് പേടിച്ചിട്ട്. ദെൻ വരണ്ട് ഓടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് എന്താണ്, പോലീസ് ഓഫീസർ വരുന്നു, നമ്മുടെ നരേറ്ററിനെ ജയിലിലടക്കുന്നു. വെൻ ഐ വാസ് റിലീസ്ഡ് ഫ്രം ദ ലോക്കപ്പ് ഐ ഫൗണ്ട് ദി ഫോളോയിങ് കോൺസിക്വൻസ് അവൈറ്റിംഗ് മീ. അല്ലേ, അദ്ദേഹം ജയിലിലടച്ചു, ശിക്ഷയൊക്കെ കഴിഞ്ഞ് ലോക്കപ്പിൽ നിന്നും റിലീസായി പുറത്ത് വരികയാണ്. പുറത്ത് വരുമ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരുപാട് കോൺസിക്വൻസസ്, അല്ലേ, ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത് താഴെ. എന്തൊക്കെയാണ്? സെവറൽ യാർഡ് ഓഫ് കോമ്പൗണ്ട് വാൾ ഹാഡ് ടു ബി ബിൽഡ് ബൈ മീ. അല്ലേ, എന്താണ് അവിടെ തകർത്തിട്ടുള്ള ആ ഒരു കോമ്പൗണ്ട് അദ്ദേഹം നമ്മുടെ നരേറ്റർ അത് പുതുക്കി പണിഞ്ഞു കൊടുക്കണം. ഒന്നാമത്തെ കോൺസിക്വൻസ്. രണ്ടാമത്തേതോ, ദ വേജസ് ഓഫ് ദി 50 men who ran away had to be paid. They would not explain how they were entitled to the wages when they had not done their job. എന്താണ്, 50 കൂലീസിന് അവരുടേതായ കൂലി കൊടുക്കണം. Joseph's fee for steering the engine over the wall had to be paid. സ്റ്റിയർ ബാലൻസ് ചെയ്ത് ജോസഫിൻ്റെതായ വേജസ് കൊടുക്കണം. The medicine bill for the temple elephant's injuries while kicking down the wall had to be paid. Here again the temple authorities would not listen when I pointed out that I didn't engage the elephant to break down the wall. അല്ലേ, അപ്പോൾ എന്താണ്, എലഫൻറ്റ് അവിടെ വോളൊക്കെ തകർത്തതിൻ്റെ പേരിൽ എലഫൻറ്റിന് കുറച്ച് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്, കുറച്ച് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഹോസ്പിറ്റലൈസ് ആവുകയും അവിടെ കുറച്ച് മെഡിസിൻ ബില്ല് വരികയും ചെയ്തിട്ടുണ്ട്. ആ മെഡിസിൻ ബില്ലും ആര് പേ ചെയ്യണം? നമ്മുടെ നരേറ്റർ പേ ചെയ്യണം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ദ ഡിമാൻഡ് ടു മൂവ് ദ എഞ്ചിൻ ഔട്ട് ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ് സ്റ്റേഷൻ വാസ് അറ്റ് എ ലോസ്. What could I do? I had no more money to spend and my wife refused to part with her tali, the last of her jewels. ലാസ്റ്റ് എന്താണ്, എവിടെയാണോ ആ ഒരു എഞ്ചിൻ ഇരിക്കുന്നത്, റോഡ് എഞ്ചിൻ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ആ കോമ്പൗണ്ടിൽ മതിൽ പൊളിച്ച് ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ എഞ്ചിൻ ഇരിക്കുന്നത്. ആ എഞ്ചിൻ അവിടെ നിന്നും നമ്മുടെ നരേറ്ററുടെ സ്ഥലത്തേക്ക് മാറ്റണം. ഇതൊക്കെ അദ്ദേഹത്തിന് കാത്തിരിക്കുന്ന കോൺസിക്വൻസസ് ആയിരുന്നു ജയിലിൽ നിന്ന് വന്നപ്പോൾ, അല്ലേ. യെസ്, പക്ഷേ ഇതൊക്കെ ഒരുപാട് കോൺസിക്വൻസസ് അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പണവുമില്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ യാതൊരുവിധ മാർഗവുമില്ല, ക്യാഷുമില്ല. ഇനിയിപ്പോൾ വൈഫിൻ്റെ അടുത്ത് ചോദിക്കാൻ ഇനിയിപ്പോൾ താലിമാല മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, പണയം വെച്ചിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ഇനി വൈഫിൻ്റെ അടുത്തും ചോദിക്കാൻ പറ്റില്ല. However, nature came to my rescue in an unexpected manner. You may have heard of the earthquake of that year which destroyed whole towns in northern India. There was a reverberation of it in our town too. We were thrown out of our beds that night and doors and windows rattled. പക്ഷേ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ വഴികളും അടഞ്ഞാൽ നമുക്ക് പ്രകൃതി അല്ലെങ്കിൽ ഗോഡ് നമ്മളെ തുണക്കും എന്ന് പറഞ്ഞ പോലെ പ്രകൃതി ഇവിടെ നമ്മുടെ നരേറ്ററിനെ ഹെൽപ്പ് ചെയ്യാണ്. ഇങ്ങനെയാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് മാനറിലൂടെയാണ് കേട്ടോ. ഒരു ദിവസം അവരുടെ ആ ഒരു ടൗണിൽ എന്ത് സംഭവിക്കുകയാണ്, ഒരു എർത്ത് സംഭവിക്കുകയാണ്, ഒരു ഭൂമികുലുക്കം സംഭവിക്കുകയാണ്. ആ ഭൂമികുലുക്കം നടന്നാൽ നമുക്കറിയാമല്ലോ, ഒരുപാട് പ്രശ്നങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും, അല്ലേ. വീട് നശിച്ചു പോകും, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കും. ചിലപ്പോൾ അവിടെ ആ ഒരു താമസിക്കാനേ പറ്റാത്ത വിധം ആകെ അപകടങ്ങളൊക്കെ സംഭവിക്കും, അല്ലേ. അങ്ങനെ അതുപോലെ ഒരു സംഭവമാണ് ഇവരുടെ നാട്ടിൽ നടന്നത്. നെക്സ്റ്റ് അപ്പോൾ അവരെന്താണ്, ഈ ഒരു നാട്ടിൽ നിന്നും വേറൊരു ഭാഗത്തേക്ക് കുടിയേറി താമസിക്കാൻ അല്ലെങ്കിൽ താമസം മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നു. നെക്സ്റ്റ് മോർണിംഗ് ഐ വെന്റ് ഓവർ ടു ടേക്ക് ലാസ്റ്റ് ലുക്ക് അറ്റ് മൈ എഞ്ചിൻ ബിഫോർ ലീവിങ് ദി ടൗൺ. അവർ ഈ ഒരു ടൗണിൽ നിന്നും ലീവ് ആവുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നതിന് മുമ്പ് നമ്മുടെ നരേറ്റർക്ക് ഒരു ആഗ്രഹം, എഞ്ചിൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ എഞ്ചിൻ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് അദ്ദേഹം മോർണിംഗിൽ തന്നെ എഞ്ചിൻ്റെ ആ മതിൽ പൊളിച്ചിട്ട് ആ ഭാഗത്തേക്ക് പോയി നോക്കുകയാണ്. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഐ കുഡ് ഹിയർലി ബിലീവ് മൈ ഐസ്. എനിക്കെൻ്റെ ഐ കുഡ് ഹാർഡ്ലി ബിലീവ് മൈ ഐസ്, അല്ലേ. എന്താണ്, എൻ്റെ കണ്ണുകളെ കൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അല്ലേ. ദ എഞ്ചിൻ വാസ് നോട്ട് ദർ. എഞ്ചിൻ അവിടെ ഇല്ലായിരുന്നു. ആ മതിൽ പൊളിച്ച ആ ഭാഗത്ത് എഞ്ചിൻ ഇല്ലായിരുന്നു. ഐ ലുക്ക്ഡ് എബൌട്ട് ആൻഡ് റേസ്ഡ് എ ഹ്യൂ ആൻഡ് ക്രൈ. സെർച്ച് പാർട്ടീസ് വെന്റ് റൗണ്ട്. ദ എഞ്ചിൻ വാസ് ഫൗണ്ട് ഇൻ എ ഡിസ്യൂസ്ഡ് വെൽ നിയർ ബൈ വിത്ത് ഇറ്റ്സ് ബാക്കപ്പ്, അല്ലേ. അപ്പോൾ ആ എഞ്ചിനെ കാണാണ്ടായപ്പോൾ നമ്മുടെ നരേറ്റർക്ക് ഭയങ്കര വിഷമം. അദ്ദേഹത്തിന് കിട്ടിയൊരു പ്രൈസായിരുന്നു, അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ആ ഒരു പ്രൈസിനോട്. പക്ഷേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും അദ്ദേഹത്തിന് ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ആ ഒരു ഗിഫ്റ്റിനോട്, അല്ലേ.
അങ്ങനെ അദ്ദേഹം തന്നെ ഭയങ്കരമായിട്ട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു എഞ്ചിനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കരമായിട്ട് കരയുന്നൊക്കെയുണ്ട്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ തിരയാണ് അല്ലേ. തിരഞ്ഞപ്പോൾ എവിടെയായിരുന്നു, തൊട്ട് ബാക്കിൽ ഒരു ഡിസ്യൂസ്ഡ് വെല്ലുണ്ടായിരുന്നു, ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. ആ കിണറിലേക്കാണ് വന്ന് വീണിട്ടുള്ളത്. ഈ എർത്ത് ക്വയക്കിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ആൾക്കാരും ആനയും ഒക്കെ വിചാരിച്ചിട്ട് നടക്കാത്ത സംഭവം ഈ ഒരു എർത്ത് ക്വയക്ക് കൊണ്ട് എന്ത് ചെയ്യാണ്, ആ ഒരു എഞ്ചിന് ഡിസ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊട്ടക്കിണറിലേക്കാണ് വന്ന് അത് ആ പൊട്ടക്കിണറിനെ കവർ ചെയ്യുകയാണ് ചെയ്തത്. The owner of the property was so pleased the well was covered at last that he promised to pay off all my debts. അല്ലേ, എന്താണ് അദ്ദേഹത്തിന് ഈ പൊട്ടക്കിണറിൻ്റെ മുതലാളി ഓണർ പറയുകയാണ്, ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ഒരു ഹെൽപ്പാണ് എനിക്ക് കിട്ടിയത്. ഞാനിത് മണ്ണിട്ട് കവർ ചെയ്യാൻ വിചാരിച്ചിരുന്ന ഒരു കിണറായിരുന്നു. ഒരുപാട് എക്സ്പെൻസ് എനിക്കതിന് വരുമായിരുന്നു ഞാനത് മണ്ണിട്ട് കവർ ചെയ്യുമ്പോൾ. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു റോഡ് റോളർ അതിലങ്ങനെ വീണ് എടുക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് അതിൽ ക്യാഷൊന്നും മുടക്കി ഒന്നും ചെയ്യേണ്ട, അത് ഓൾറെഡി ഇപ്പോൾ കവർ ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ അവിടെ ഒന്നും എനിക്ക് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഭയങ്കര ഒരു ഹെൽപ്പാണ് എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പൊട്ടക്കിണറിൻ്റെ ആ ഡിസ്യൂസ്ഡ് വെല്ലിൻ്റെ ഓണർ നരേറ്ററുടെ അടുത്ത് ഭയങ്കര സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുകയാണ് അല്ലേ. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം എന്താണ് ഓഫർ കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ഡെറ്റ്സ് ഉണ്ട് അല്ലേ, ഒരുപാട് കടങ്ങളുണ്ട് നമ്മുടെ നരേറ്റർക്ക്. ആ കടങ്ങളൊക്കെയും ഞാൻ വീട്ടിക്കോളാം എന്ന് ഈ പൊട്ടക്കിണറിൻ്റെ ഓണർ പ്രോമിസ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറയുന്നത് എന്താണ്, ഹി ഈവൻ ഓഫർ മീ സം മണി ഇൻ ഫർദർ പേയ്മെൻറ്റ് വിച്ച് ഐ റിഫ്യൂസ് ടു അക്സെപ്റ്റ് അല്ലേ. മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് കടങ്ങളൊക്കെ ഞാൻ വീട്ടിക്കോളാം, പക്ഷേ മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്യാഷ്, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി കുറച്ചുകൂടെ ക്യാഷ് നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയാണ്. അപ്പോൾ അതെന്ത് ചെയ്തില്ല, നമ്മുടെ നരേറ്റർ സ്വീകരിച്ചില്ല. എക്സ്ട്രാ കൊടുത്ത ക്യാഷ് അദ്ദേഹം സ്വീകരിച്ചില്ല. വേണ്ട, നോ താങ്ക്സ് അല്ലേ, എൻ്റെ കടങ്ങളൊക്കെ വീട്ടിൽ തരാമെന്ന് പറഞ്ഞത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു സമാധാനമാണ്, എനിക്ക് എക്സ്ട്രാ ക്യാഷ് ഒന്നും വേണ്ട, വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അവർ എന്ത് ചെയ്യാണ്, പിരിയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു അടിപൊളി ഒരു സ്റ്റോറിയാണ് എൻജിൻ ട്രബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരുപാട് മെസ്സേജസുകൾ നമുക്ക് സ്റ്റോറിയിലൂടെ കാണാൻ പറ്റും. വിന്നിങ് എ പ്രൈസ് ക്യാൻ സംടൈംസ് ബ്രിങ് ട്രബിൾ ഇൻസ്റ്റെഡ് ഓഫ് ജോയ് അല്ലേ. നമുക്ക് എപ്പോഴും ഗിഫ്റ്റ് എപ്പോഴും നമ്മൾക്ക് എന്താവില്ല, സന്തോഷം മാത്രമല്ല, ഇടയ്ക്ക് ഇതുപോലെയുള്ള ട്രബിളിങ്സും നമ്മുടെ നരേറ്റർക്ക് കിട്ടിയ പോലെയുള്ള ചില ട്രബിളിങ്സ് നമ്മൾ നേരിടേണ്ടി വരും. അത് നമ്മൾ എന്ത് ചെയ്യണം, നേരിടുക തന്നെ വേണം അല്ലേ. അവിടെ നമ്മൾ തളരരുത്. ലൈഫ് ഈസ് ഫുൾ ഓഫ് അയോണി ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ്. ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലേ, എപ്പോഴും ഭയങ്കര ട്രാജഡി അല്ലെങ്കിൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കും. ഫേറ്റ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫൻ ഡിസൈഡ് മോർ ദാൻ ഹ്യൂമൻ എഫേർട്ട്. മനുഷ്യന്മാർ ഭയങ്കരമായിട്ട് ഹ്യൂമൻ എഫേർട്ടുകളൊക്കെ ഒരുപാട് എഫേർട്ട്സൊക്കെ എടുക്കും അല്ലേ. പക്ഷേ ഒരു പ്രശ്നത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ഒരുപാട് എഫേർട്ടുകൾ എടുക്കും. പക്ഷേ വിധി എന്ന് പറഞ്ഞൊരു സംഭവം, വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. വാട്ട് ലുക്സ് ലൈക്ക് ഗുഡ് ലക്ക് മേ ടേൺ ഇൻ എ ബേർഡൻ. ചിലപ്പോൾ നമുക്കൊരു ഗുഡ് ലക്ക് ആയിരിക്കും വന്നിട്ടുണ്ടാവുക, പക്ഷേ ആ ഒരു ഗുഡ് ലക്ക് നമുക്ക് ഭാവിയിൽ എന്തായിരിക്കും, ഒരു ബേർഡനായി, ഒരു ബാധ്യതയായി മാറും. ഇവിടെ നമ്മുടെ നരേറ്റർക്ക് കിട്ടിയ പോലെ നരേറ്റർക്ക് ഒരു പ്രൈസ് കിട്ടി, പ്രൈസ് എല്ലാവർക്കും ഒരു ഗുഡ് ലക്കാണ് അല്ലേ. പക്ഷേ ഈ നരേറ്റർക്ക് എന്താണ്, ആ ഒരു പ്രൈസിനെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത്, ബാധ്യതകൾ ഒരുപാട് ഉണ്ടായി. ഇൻ ദ എൻഡ് നാച്ചുറൽ ഓർ ഡെസ്റ്റിനി സോൾവ്സ് പ്രോബ്ലംസ് ബിയോണ്ട് മാൻസ് കൺട്രോൾ അല്ലേ. എന്താണ് അവസാനം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായാലും ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും എല്ലാ വഴികളും അടഞ്ഞാലും നമുക്ക് എന്താണ്, നമ്മൾ പ്രകൃതി അല്ലെങ്കിൽ ഗോഡ് നമ്മൾക്കൊരു ഹെൽപ്പായിട്ട് വരും. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് കിട്ടിയ കുറച്ച് മെസ്സേജസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.